യൂണിറ്റി മോട്ടോഴ്സ് തൊടുപുഴ ഗ്രോസിൻ്റെ 3 ടൺ ബെസ്റ്റ് ടൂൾ വാറണ്ടിയിൽ അവർ നമ്മളിൽ നിന്ന് എടുത്തിരിക്കുന്ന ജാക്കിയാണ് 3 വർഷത്തെ പാക്കേജ് വാറണ്ടിയിൽ. അതിൽ നമ്മൾ ഓരോ 3 മാസം ഇൻസ്പെക്ഷന് പോകാറുണ്ട് ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ 4ാമത്തെ ക്വാർട്ടറാണ്, കഴിഞ്ഞ ജൂണിലാണ് ഇത് കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ 1 വർഷമായി. അപ്പോൾ ഇതിൻ്റെ റൂട്ടീൻ സർവീസ്, ഒരു ഫ്രീ സർവീസ് അവർക്ക് വർഷാവസാനം കിട്ടും. അത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പരിശോധിച്ചാൽ വീലുകളൊക്കെ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്, കോട്ടൺ വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല, നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യമായ ലീക്കും കാര്യങ്ങളും ഒന്നുമില്ല. ആകെ വന്നിരിക്കുന്നത് മെയിൻ വാഷറിനും ലീക്കില്ല. ആകെ പിസ്റ്റൻ്റെ ഭാഗത്ത് കാലപ്പഴക്കം കൊണ്ട് വരുന്ന ഒരു ലീക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ഇപ്പോൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കും. ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഏറ്റവും മോശമായിട്ട് ജാക്കികൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ആ ബൂത്തിൻ്റെ ജാക്കി ചെയ്തിട്ടുണ്ട്. എങ്കിലും പുതിയ ജാക്ക് എടുക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ പാർട്ണറായ ഓമി സാറിനോട് പറഞ്ഞതനുസരിച്ച് പുള്ളി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തു. ബിജുവിന് ഒരു സീനിയർ ടെക്നീഷ്യൻ തന്നെയാണ്. ബിജുവിന് പറയാനുള്ളത് നിന്ന് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നത്. ഇല്ല, ലീക്കൊന്നും കാണുന്നില്ലല്ലോ. അത് വന്നോട്ടെ, അത് ലോഡ് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാനിത് എടുത്തു പറയാൻ കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള, അത്യാവശ്യം വണ്ടികളുള്ള ഒരു ഗറാഷ് തന്നെയാണ് യൂണിറ്റി മോട്ടോഴ്സ്. അപ്പം തിരക്കിൻ്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊന്നും അതൊരു ന്യായീകരണമേ അല്ല. ആരെയും കുറ്റപ്പെടുത്തുന്നു വികഴ്ത്തുന്നു ഒന്നുമല്ല. പക്ഷേ ഏറ്റവും മോശമായി ജാക്ക് പരിപാലിച്ചിരുന്നവർ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയാണ്.